ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ഗോൾഡൻ വ്ളോഗാണ്. വൈ? ബിക്കോസ് നമ്മൾ ഇന്ന് കല്യാണത്തിന് വേണ്ടി ഗോൾഡ് എടുക്കാൻ പോയൊരു വ്ളോഗാണ് കേട്ടോ. സോ നമ്മൾ ആക്ച്വലി കല്യാണത്തിന് എനിക്ക് തോന്നുന്ന ഒരു 10-20 ദിവസം മുന്നാണ് ചെന്ന് ഗോൾഡ് എടുത്തത്. ആൻഡ് നമ്മൾ എത്തിയേക്കുന്നത് കോട്ടയത്തുള്ള ജോസ്കോ ജ്വല്ലറിയിലാണ്. ആൻഡ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് വരുന്നത്. സോ നമുക്ക് ഏത് ജ്വല്ലറി പോകണം എന്ന് വലിയ കൺഫ്യൂഷനൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പിന്നെ ജോസ്കോ പോയേക്കാന്നോർത്ത് നമ്മൾ ജോസ്കോയിൽ വന്നതാണ്. സോ എൻ്റെ കൂടെ എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, ഞങ്ങൾ 4 പേരും കൂടിയാണ് ഗോൾഡ് എടുക്കാൻ വേണ്ടി പോയത്. സോ എല്ലാവർക്കും ഇന്ന പ്രിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് വീട്ടുകാർക്ക് കൂടുതലും എന്താ പറയുക, കേരള ഗോൾഡിനോടായിരുന്നു താല്പര്യം. സോ അതുകൊണ്ട് എനിക്ക് വലിയ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. എന്താണോ അവരെടുത്തിരുന്നത് അത് ഞാൻ ഇടുന്നതായിരിക്കും. അങ്ങനെയാണ് ഞാൻ പോയത്. അപ്പം നമ്മൾ അവിടെ ചെന്ന് ആദ്യം ഇരുന്നു. അപ്പം നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് കുറേ കളക്ഷൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാവും. സോ ഞാൻ വലിയ സെലക്ഷനൊന്നും ആക്ച്വലി പോയില്ല. എനിക്ക് അവിടെ നിന്ന് സെയിൽസിലെ ചേട്ടൻ ഇന്ന സാധനങ്ങൾ എടുത്തു തന്നു. ഞാൻ ഇന്നത് വെച്ച് നോക്കി. സോ ഇതായിരുന്നു ഫസ്റ്റ് നെക്ലസ്. ഓക്കെ, ഇത് ആക്ച്വലി ഇത് സെലക്ട് ചെയ്തില്ല. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ ഷോർട്സ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്ത് ഗോൾഡാണ് എടുത്തിരിക്കുന്നതെന്ന്. ആൻഡ് ഈ ഒരു വ്ളോഗിൽ ആക്ച്വലി ഞാൻ ഏത് ഗോൾഡാണോ എടുത്തത് അത് തന്നെയാണ് ഞാൻ അതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ആരും ഗസ് ചെയ്യേണ്ടി വരത്തില്ല, ഓ ഇതായിരുന്നോ മറ്റതാണോ മറിച്ചായിരുന്നോ എന്ന്. ആൻഡ് ഇതാണ് ഞാൻ സെക്കൻഡായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ട്രയലിന് വേണ്ടി നോക്കിയത്. ഞാൻ ഇതുപോലത്തെയാണ് അവിടെ ചെന്നപ്പോൾ നോക്കി ഇങ്ങനത്തെ ട്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ആൻഡ് ഗൈസ്, നമ്മളിതിന് മുന്നേ ജോസ്കോയിൽ പ്രാവശ്യം വന്നായിരുന്നു ഒരു കാശിമാല അന്വേഷിക്കാൻ വേണ്ടി. അപ്പോൾ ആ ദിവസം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഗോൾഡ് ഏതാ വേണ്ടേ എന്ന് നമ്മൾ അന്നേ സെറ്റ് ചെയ്തായിരുന്നു. സോ നമ്മൾ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ജസ്റ്റ് നമ്മൾ ഫൈനൽ പോയി സെലക്ട് ചെയ്തതാണ്. സോ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് മാല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ബിക്കോസ് ബാക്കി നെക്ലസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുമായിരുന്നു ദാറ്റ് ഫസ്റ്റ് വൺ. ഓക്കെ, സോ അവിടെ ഇരുന്നുള്ള സംഭവം. ആൻഡ് ഇതാണെങ്കിൽ നമുക്ക് സാരിയുടെ കൂടെയൊക്കെ ഇടായിരുന്നു. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ഇതെൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ മേടിച്ച ഒരു മാലയായിരുന്നു, ചെട്ടിനാട്. സോ അതെന്തായാലും ഇതിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചു. ആൻഡ് ഓൾസോ തേർഡ് വൺ ആണ് നാഗപടം. ഇത് എൻ്റെ അമ്മയുടെ മാലയാണ്, അമ്മ എനിക്കായിട്ട് തന്നതാണ്. സോ ഈ 2 മാല ഓൾറെഡി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ചോക്കർ ഫസ്റ്റ് വൺ അവിടെ തന്നെ ഫിക്സ് ചെയ്തു. പിന്നെയാണ് നമ്മുടെ ആൻറ്റിക് വൺ വന്നത് കേട്ടോ. സോ ഇത് ആക്ച്വലി അച്ഛനും അമ്മയ്ക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മാലയാണ്. ആൻഡ് എനിക്കും ഇത് ഇഷ്ടപ്പെട്ടു. ഇച്ചിരി പണിക്കൂലി കൂടുതലാണ്, ബട്ട് സ്റ്റിൽ ഓക്കെ. സോ ഇത് ആക്ച്വലി ഞങ്ങൾ ഒത്തിരി ടൈമൊന്നും എടുത്തില്ല. ഈവൻ ഇതിൻ്റെ മുന്നത്തെ ദിവസം നമ്മൾ വന്നപ്പോഴും സെയിൽസിൽ നിൽക്കുന്ന ചേട്ടൻ ഇന്ന മാല കൊണ്ട് കാണിച്ചു, ഞങ്ങൾക്കത് മതി എന്ന് പറഞ്ഞു. വേറെ ഒന്നും നോക്കാൻ പോയില്ല. സോ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് വളരെ ഫാസ്റ്റായിരുന്നു. ഓക്കെ, പിന്നെ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് മാലയാണ് സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്ന ചെയിൻ. ഓക്കെ, അത് ആക്ച്വലി ഒരു കാശിമാലയുടെ ഒരു വെറൈറ്റി വേണമെങ്കിൽ എന്ന് പറയാം. സോ ഇതെല്ലാം സെലക്ട് ചെയ്തു. ആൻഡ് ഫൈനൽ നമ്മളൊരു ഷോ മാല പോലത്തെ ഒരു വലിയ മാല സെലക്ട് ചെയ്തു. സോ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ലുക്ക്, അതായത് ഫൈനൽ ലുക്ക്. ഓക്കെ, ആൻഡ് ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് ഞാൻ എടുത്തതും. എക്സെപ്റ്റ് ആ ഫസ്റ്റ് മാല മാത്രമാണ് ഒന്ന് മാറ്റിയത്. കാരണം ഞാൻ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ആ ഫസ്റ്റ് മാല അത്ര സ്റ്റിഫായിട്ട് കഴുത്തിൽ കിടക്കുന്നില്ല. അതുകൊണ്ട് വേറൊരു മാലയാണ് സെലക്ട് ചെയ്തത്. നിങ്ങൾ എൻ്റെ ഷോർട്സിലൊക്കെ കണ്ടു കാണും അത് ഏത് മാലയാണെന്ന്. സോ ഇതാണ് എൻ്റെ ലുക്ക്. ആൻഡ് ഹെൽപ്പ് ചെയ്യാൻ അച്ഛനും അമ്മയൊക്കെ നോക്കുന്നുണ്ട്. ബിക്കോസ് ഈ മാലകൾ വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റായി കിടക്കുന്നുണ്ടോ, കാണാൻ കൊള്ളാവോ, ഇത് മതിയോ, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഇവരത് സെലക്ട് ചെയ്തത്. ആൻഡ് ഇതാണ് നമ്മൾ ഹെൽപ്പ് ചെയ്ത സെയിൽസിലുള്ള ചേട്ടന്മാരൊക്കെ. ഇവർ ഭയങ്കര എന്താ പറയുക, നല്ല ആൾക്കാരായിരുന്നു. നല്ല രീതിയെല്ലാം ഹെൽപ്പ് ഔട്ട് ചെയ്ത് തന്നു. ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ചേട്ടന്മാരുടെ പേര് ഞാൻ മറന്നുപോയി. അന്ന് ഞാൻ പേരൊക്കെ ചോദിച്ചിട്ട് വന്നതാണ്. സോ ചേട്ടന്മാരെ ഐ എം സോ സോറി, പേര് മറന്നുപോയി കേട്ടോ. പിന്നെ ഞങ്ങൾ ഫൈനലായിട്ട് നമ്മൾ മറ്റേ പണിക്കൂലി ആൻഡ് ഓൾ നമ്മളൊന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിലും ജോസ്കോ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും ഷോപ്പിംഗ് നടത്തിയിട്ട് ഗോൾഡ് എടുത്തതിനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നത് ഞങ്ങളെല്ലാവരും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെയൊക്കെ ലാസ്റ്റ് മാലയും നോക്കി, ഇത് തന്നെ മതിയോ എന്നോർത്തിട്ട് ഞാൻ അപ്പുറത്തേക്ക് ഇപ്പുറത്തെ എൻ്റെ അനിയനും അമ്മയും അച്ഛനൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് തന്നെ മതിയോ, ഫൈനൽ ഫിക്സ്ഡ്. പക്ഷേ മനസ്സൊന്ന് മാറാം അല്ലേ. അപ്പോൾ ലാസ്റ്റ് മാല ഞാൻ വേറെ ഒരെണ്ണം ട്രൈ ഔട്ട് ചെയ്തു. ബിക്കോസ് അവിടെയുള്ള ആൾ ഈ മാലയും കൂടെ ഒന്ന് കാണിച്ചു തന്നു. ഷോ മാല എന്നാണ് പറയുന്നത്. അപ്പം ഞാനത് വെച്ച് നോക്കി ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ. പക്ഷേ പിന്നെയും ഞാൻ ബാക്ക് ടു എനിക്ക് പഴയത് മതി, എനിക്ക് മറ്റേത് മതി എന്നും പറഞ്ഞു ഞാൻ അത് തന്നെ എടുത്ത് ഒന്നുകൂടി ഇട്ട് നോക്കി. സോ ദിസ് ഇസ് ദ ഫൈനൽ വൺ. ആൻഡ് ദ നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് വേണ്ടി നമ്മളൊരു മാലെടുത്ത് കൊടുക്കണമല്ലോ, നമ്മുടെ ഇതിൽ അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനിയൻ്റെ സൈസിനാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അവൻ്റെ കഴുത്തിലാണ് ഇട്ട് നോക്കിയത് ഇത് മതിയോ എന്ന്.
ബാംഗിൾസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു കേട്ടോ. അത് വേറെ ഒന്നുമില്ല, നമ്മൾ എടുത്തേക്കുന്ന മാലയുടെ അതേപോലെ തന്നെ കളർ മാച്ചിങ് ആയിരുന്നു നമ്മളെടുത്ത വളയും. സോ കുറച്ച് വള നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, കുറച്ച് നമ്മൾ എക്സ്ട്രാ എടുത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സംഭവം. സോ കുറേ സെലക്ഷൻ ഉണ്ട്. നമ്മൾ കൂടുതൽ നോക്കാൻ വേണ്ടി പോയാൽ സത്യം പറഞ്ഞാൽ നല്ല കൺഫ്യൂഷൻ ആവും. ആൻഡ് ഇതിനെല്ലാത്തിനും പല ഡിഫറെൻറ്റ് പണിക്കൂലിയാണ് വരുന്നത്. എനിക്ക് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് വള സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ബിക്കോസ് എന്താ പറയുക, ഞാൻ കുറേ എടുത്ത് ഇങ്ങനെ ഇട്ട് നോക്കുന്നു മാറുന്നു. ഇത് തന്നെയായിരുന്നു എൻ്റെ ഇത്. അങ്ങനെ ഞാൻ ജസ്റ്റ് വളകളൊക്കെ ഒന്ന് ഇട്ട് നോക്കി. ഓക്കെ, അപ്പം തന്നെ ദാണ്ട കിടക്കണം ഫോൺ. ഞാൻ എവിടെ കൊണ്ട് ഫോൺ വെച്ചാലും അത് അവിടെ നിന്ന് പടച്ച് വീണു. ഓക്കെ, എനിവേസ് ഞാൻ വളയൊക്കെ ഒന്ന് ഇട്ട് നോക്കി. അപ്പോൾ എൻ്റെ അമ്മയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയത്തില്ല, എന്താ പറയുക, ആദ്യമായിട്ടാണ് ഒരു ഷോപ്പിംഗ് ഇത്ര സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. ആൻഡ് ഞാൻ എടുത്ത ഗോൾഡിൽ ആക്ച്വലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഈവൻ ദോ എനിക്ക് അങ്ങനെ സ്പെഷ്യൽ പ്രിഫറൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഞാൻ എടുത്ത ഗോൾഡിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഗോൾഡെല്ലാം എടുത്തു കഴിഞ്ഞ് പിന്നെ അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. നമ്മളെല്ലാവരും പിന്നെ സംസാരിച്ചങ്ങ് ഇരിക്കുന്നത്. സംസാരം എന്ന് വെച്ചാൽ ഭയങ്കര സംസാരം, കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. അങ്ങനെ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഫൈനൽ ബില്ലിംഗ് ഒക്കെ ആയി. അപ്പം നമ്മൾ അവിടെ കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്തു. ബിക്കോസ് അത് പാക്ക് ചെയ്തൊക്കെ തരണമല്ലോ കറക്റ്റ് വേയിൽ. കടയ്ക്ക് ഷട്ടർ ഇട്ട് കഴിയുമ്പോഴാണ് നമ്മൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുന്നത്. ഓക്കെ ബൈ എന്നാ. സോ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ മൊത്തവും ഇരട്ടി. അങ്ങനെ വളരെ നല്ലൊരു ദിവസമായിരുന്നു. എല്ലാം നന്നായി കഴിഞ്ഞു. കല്യാണം ഇങ്ങനെ നന്നായി പോയാൽ മതി എന്നായിരുന്നു വന്ന ഒരു പ്രാർത്ഥന. അപ്പോൾ ഈ വ്ളോഗിൽ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.